ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കലിഗ്രാഫി എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ കാണിക്കുന്നത്. സ്കൂൾ പ്രൊജക്റ്റ്, അസൈൻമെൻറ്റ്സ്, അതുപോലെ ഹെഡിങ്സ് ഒക്കെ റൈറ്റ് ചെയ്യാനാണ് നമ്മൾ കലിഗ്രാഫി കോമൺലി യൂസ് ചെയ്യാറുള്ളത്. സോ ലെറ്റ്സ് സീ ഹൗ ടു ഡു കലിഗ്രാഫി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ബ്രഷ് പെന്നാണ്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അക്രിലിക് മാർക്കർ പെന്നാണ് കേട്ടോ. നമ്മളതിൻ്റെ ബ്രഷ് ടിപ്പ് നോക്കി വാങ്ങണം. കലിഗ്രാഫിയിൽ റൈറ്റ് ചെയ്യാൻ അക്രിലിക് മാർക്കർ പെൻ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ മാർക്കറിൻ്റെ ടിപ്പ് കുറച്ച് ചെറുതാണ്, നമ്മൾ ടിപ്പ് നോക്കി വാങ്ങണം. ഈ മാർക്കർ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ നല്ലത്. ഇതിൻ്റെ ബ്രഷ് ടിപ്പ് കറക്റ്റാണ്. I definitely do not recommend this type of sketch pencils. സ്കെച്ച് പെൻസിൽ വെച്ച് റൈറ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ പെർഫെക്ഷൻ കിട്ടില്ല. അതിൻ്റെ ടിപ്പ് നമുക്ക് അതിൻ്റെ പെർഫെക്റ്റായിട്ട് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. To learn calligraphy, first we need to know the simple steps to how to write it. നമ്മൾ ഡൗണിലോട്ട് റൈറ്റ് ചെയ്യുമ്പോൾ തിക്കായിട്ടും അപ്പിലോട്ട് റൈറ്റ് ചെയ്യുമ്പോൾ തിന്നായിട്ടുമാണ് റൈറ്റ് ചെയ്യേണ്ടത്. അതാണ് നമ്മളോട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. When we go downwards, we need to make it thick, and when we go up, we need to make it thin. കലിഗ്രാഫിയിൽ റൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമുക്കിങ്ങനെ ലൈൻ വരച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ് ടൈം കലിഗ്രാഫി ചെയ്യുന്നവർ അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം അത് റൈറ്റ് ചെയ്യാൻ തുടങ്ങാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇത് കണ്ടോ, ഇതുപോലെ ഡൗണിലോട്ട് വരുമ്പോൾ തിക്കായിട്ടും അപ്പിലോട്ട് പോകുമ്പോൾ തിന്നായിട്ടും നമ്മളിങ്ങനെ ലൈൻ വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഈ മെത്തേഡിൽ നമുക്കിങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ലെറ്റേഴ്സ് റൈറ്റ് ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും. ഇനി നമുക്ക് ലെറ്റേഴ്സ് എങ്ങനെ എഴുതുന്നത്, അതുപോലെ വേർഡ്സ് എങ്ങനെ ജോയിൻ ചെയ്യണമെന്നൊക്കെ നോക്കാം. ഇപ്പോൾ നമ്മൾ എ എന്നാണ് എഴുതുന്നത്. ഇതുപോലെയാണ് എ എഴുതുന്നത്. സ്മോൾ ലെറ്റർ എ ആണ്. അതുപോലെ ഓരോ ലെറ്റേഴ്സും എഴുതുന്നതിന് ഡിഫറെൻറ്റ് മെത്തേഡ് ഉണ്ട് ഇത് എഴുതുന്നതിന്. ഇപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നുണ്ട് ഓരോ ലെറ്റേഴ്സ് എങ്ങനെ എഴുതുന്നതെന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വേർഡ്സ് എങ്ങനെ എഴുതുന്നതെന്ന് ജസ്റ്റ് ജോയിൻ ചെയ്ത് എങ്ങനെയാണ് എഴുതുന്നതെന്നൊന്ന് കാണിക്കാം. അപ്പോൾ ഇതുണ്ടോ, ഇതുപോലെയാണ് നമ്മൾ വേർഡ്സ് എഴുതുന്നത്. അപ്പോൾ ഓരോ ലെറ്റേഴ്സ് എഴുതുമ്പോൾ അതിൻ്റേതായ ഒരു വേയിലാണ്, അതിൻ്റെ ഒരു മെത്തേഡിൽ എഴുതണം. അപ്പോൾ അത് ഓരോ ലെറ്റേഴ്സും എങ്ങനെ എഴുതേണ്ടതെന്ന് നമുക്ക് ഉടനെ തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഈ വേർഡ്സ് എങ്ങനെ ജോയിൻ ചെയ്യുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കുന്നതാണ്. കണ്ടോ, നല്ല ഭംഗിയല്ലേ ഇങ്ങനെ എഴുതുമ്പോൾ കാണാനായിട്ട്. ഇനി നമുക്ക് ഓരോ ലെറ്റേഴ്സും എങ്ങനെ എഴുതേണ്ടതെന്ന് നോക്കാം. ഇപ്പം നമ്മളിവിടെ ക്യാപിറ്റൽ എയും സ്മോൾ എയും ആണ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ബി. ഇതുപോലെ എല്ലാ ലെറ്റേഴ്സും നമ്മളിവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ കലിഗ്രാഫി ഫസ്റ്റ് ചെയ്യുന്നവർ ഓരോ ലെറ്റേഴ്സും എങ്ങനെയാണ് എഴുതുന്നതെന്ന് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് റൈറ്റ് ചെയ്യാനായിട്ട്. എ ടു സെഡ് വരെ കലിഗ്രാഫിയിൽ ബിഗ് ലെറ്ററും സ്മോൾ ലെറ്ററും എങ്ങനെ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ നമ്മളിവിടെ A to Z വരെയുള്ള എല്ലാ ലെറ്റേഴ്സും ബിഗ് ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും കാലിഗ്രാഫിയിൽ റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെറ്റേഴ്സ് ജോയിൻ ചെയ്ത് വേർഡ്സ് റൈറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ വേർഡ്സ് റൈറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നമുക്ക് അസൈൻമെൻറ്റിൻ്റെയും പ്രൊജക്റ്റിൻ്റെയും ഒക്കെ കവർ പേജ് ഹെഡിങ്സ് ഒക്കെ റൈറ്റ് ചെയ്യുമ്പോൾ കാലിഗ്രാഫിയിൽ റൈറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. കുറച്ച് പ്രാക്ടീസ് ആവശ്യമുണ്ട് നമുക്കിത് എഴുതാനായിട്ട്. ഫസ്റ്റ് ടൈം കാലിഗ്രാഫി എഴുതുന്നവർക്ക് കുറച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് എഴുതിയാൽ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും കാലിഗ്രാഫി ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.